ഹായ്, അമ്മു ആണേ. ക്യാപ്ഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നെടുമങ്ങാട് ചട്ടിച്ചോറ് കിട്ടുന്ന ഒരേ ഒരു സ്ഥലം നമ്മുടെ നെടുമങ്ങാട് പഴവുറ്റിയിലുള്ള കൊക്കരക്കോ. അപ്പം നിങ്ങൾ വിചാരിക്കും നേരത്തെയും കൊക്കരക്കോ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഈ പുതിയ കൊക്കരക്കോ വന്നിട്ട് 1 മന്തേ ആയിട്ടുള്ളൂ, അതായത് 1 മാസം ആയിട്ടേ ഉള്ളൂ ഈ പുതിയ കൊക്കരക്കോ ഫാമിലി റെസ്റ്റോറൻറ്റ് വന്നിട്ട്. അപ്പം ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ കുറേ ഓഫറുകളും അവരുടെ കുറേ സ്പെഷ്യൽ ഡിഷുകളും എന്ന് പറയാം, അവരുടെ ചട്ടിച്ചോറും പിന്നെ ഇലയിലെ പായസത്തോടു കൂടിയുള്ള ഊണും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മു ഈ ഒരു വീഡിയോ ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ കൊക്കരക്കോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് എന്ന് പറയുന്നത് 10 പെറോട്ടയും ഒരു ഫുൾ ചിക്കൻ ഫ്രൈയും ചേർത്തിട്ട് 250 രൂപ, ഊണും ചിക്കൻ തോരനും 150 രൂപ, ഊണും മീൻ ഫ്രൈയും 100 രൂപ, പിന്നെ ചായ ഉണ്ട് കേട്ടോ അവിടെ, ചായയും കടിയായിട്ട് 15 രൂപ. അപ്പം ഇതൊക്കെ അങ്ങനെ കുറേ പിന്നും ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഇവിടെ വന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ ചട്ടിച്ചോറ്. അത് 150 രൂപയ്ക്ക് കിട്ടുന്നത് ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതെന്താണെന്നൊന്ന് നോക്കിക്കളയാം. ചിക്കൻ തോരന്, അവിയൽ, കപ്പ, ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ, ബീഫ് കറി, ചോറ്, തോരൻ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 2 പേർക്ക് കുശാലായിട്ട് കഴിക്കാനുള്ളത് ഈ ഒരു ചട്ടിച്ചോറിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും അമ്മൂന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി തന്നതെന്ന്. ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു, അവരും ഇതേപോലെ ചട്ടിച്ചോറാണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. അവരൊരു യാത്രയുടെ ഇടയ്ക്കാണ് അവർ ഫുഡ് കഴിക്കുന്നുണ്ടത്. അപ്പോൾ അവരും ഇത് മേടിച്ച് കഴിച്ചിട്ട് അവരും പറയുന്നുണ്ടായിരുന്നു ഒരു ചട്ടിച്ചോറ് വാങ്ങിച്ചതേ നമുക്ക് 2 പേർക്കായിട്ട് എടുക്കാം. അമ്മ അതിരി എന്ന് പറയാൻ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് കൊക്കരക്കോയിലെ ചട്ടിച്ചോറൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മൾ സദ്യയാണ്, ഇലയിലുള്ള സദ്യ. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ സദ്യ, കേരള സദ്യ എന്ന് പറഞ്ഞാൽ. അതിൽ ഓണസദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ്. നമ്മുടെ നാരങ്ങയും ഇഞ്ചിയും മാങ്ങയും ഓലനും പച്ചടിയും കിച്ചടിയും അവിയലും തോരനും കപ്പയും പരിപ്പും പപ്പടവും രസവും സാമ്പാർ, അങ്ങനെ എല്ലാം ചേർത്ത് ലാസ്റ്റ് പായസം, മധുരത്തിൽ അവസാനിക്കുന്ന ആ ഒരു സദ്യ എന്ന് പറയുന്നത് എല്ലാ മലയാളികളുടെ ഒരു ഹരം എന്ന് വേണമെങ്കിൽ പറയാം. പാവം ചട്ടിയിലെ ചോറിരുന്ന് വളരെ കഷ്ടപ്പെട്ട് കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം എന്താ പറയുക പരിപ്പ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സെക്കൻഡ് ചോറിൻ്റെ കൂടെ അടുത്ത് സാമ്പാറാണ്. നമ്മൾ ആ ഒരു കറികളെല്ലാം കഴിച്ച് കഴിയുമ്പോൾ പിന്നും ആ കറികളൊക്കെ വിളമ്പി വെക്കുന്നുണ്ട്. സാമ്പാറും കൂട്ടി കഴിക്കുമ്പോഴത്തേക്ക് നമുക്കെന്ന് പറയാം പിന്നെ അടുത്ത ആ ഒരു എരിവ് അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ നോക്കിയാലും നമുക്ക് പായസം കുടിക്കാനുള്ളൊരു ഇതാണ്. അപ്പോൾ ഇലയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പപ്പടം പൊടിച്ചിട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ സേമിയ പായസം ഇങ്ങനെ ഒഴിച്ച് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്ന ഒരു ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു ഇലയിൽ കഴിക്കുന്നവർക്ക് മാത്രമാണോ നിങ്ങൾ പായസം കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ചോദിച്ചു. കാരണം നമ്മുടെ റീലും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചായിരിക്കുമല്ലോ അവർ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് വരുന്നവർക്ക്, അത് നെടുമങ്ങാടുകാർക്ക് നിങ്ങളുടെ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വേറെ ഒന്നുമല്ല, നല്ല വൃത്തിയും വെടുപ്പോട് കൂടിയിട്ട് ഫുഡ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് റേറ്റൊന്നും ഇല്ല, നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറയാം, അവർക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസും അവൈലബിൾ ആണ്. അവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം വിഷ് ചെയ്തുകൊണ്ട് അപ്പം പുതിയൊരു കൊക്കരക്കോയെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, ബൈ.